ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഗ്രീൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും തമ്പനെയിൽ കണ്ടല്ലോ, നമ്മൾ ഇന്ന് റേഷൻ കടയിൽ നിന്നും കിട്ടിയ കുറച്ച് കടല കൊണ്ടിട്ട് ഒരു പരിപ്പ് വട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതായത് ഒരുപാട് കടല വീട്ടിലിരിപ്പുണ്ട്. അപ്പം ഞാനിപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ എല്ലാ മാസവും കടലയെല്ലാം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കടല ഉപയോഗിച്ച് ഞാൻ 1-2 പ്രാവശ്യം ഈ പരിപ്പ് വട ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ഈ കടല കറി വെച്ച് കഴിക്കുമ്പോൾ എനിക്ക് അത്ര രുചിയായിട്ട് തോന്നിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കടലയെല്ലാം പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിയാണ് തീർത്തത്. പരിപ്പ് വട മാത്രമല്ല കേട്ടോ, ഞാൻ ഈ കടല കൊണ്ട് ചിപ്സ് എല്ലാം മിക്സറൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നമുക്ക് ചാനലില്ലാഞ്ഞ് കൊണ്ടിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോകളെല്ലാം കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പരിപ്പ് വട ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാനിതിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് പാത്രത്തിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പ് വട ഇത് കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി പരിപ്പ് വട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് എനിക്കും അല്ല, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് കാണിച്ച് തരാം. നിങ്ങൾ പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതിലിങ്ങനെ തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ റേഷൻ കടല ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കടല കൊണ്ടിട്ടാണെങ്കിലും ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ കടലയല്ല, കടലപ്പരിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറല്ലേ പരിപ്പ് വടയൊക്കെ. പക്ഷെ ഇത് നമ്മൾ കടല കൊണ്ട് ആണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്, മറ്റേ റെഡിമെയ്ഡ് കടലപ്പരിപ്പ് കൊണ്ടല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ കഴിച്ച് കാണിച്ച് തരാം. ഞാൻ പറയാം ടേസ്റ്റ്, കാരണം നിങ്ങൾക്ക് ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിക്കട്ടെ. നല്ലതാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്, എല്ലാമാണ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. റേഷൻ കടയിൽ നിന്നും കിട്ടിയ കുറച്ച് കടലയാണ് കേട്ടോ ഞാൻ മുറത്തിനകത്തേക്ക് ഇട്ടേക്കണത്. ഏകദേശം 1 കിലോളം കടലയുണ്ട്. അപ്പോൾ ഇതൊന്ന് കല്ലും മണ്ണെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ഈ കടല മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തലേദിവസം രാത്രിയിലാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി കടല ഞാൻ നാളെ എനിക്ക് കറിക്കായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ ഈ ഒരു ബൗള് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. കടല മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടിനും കൂടി ഒരുമിച്ച് ഇട്ടുന്നേ ഉള്ളൂ. ബാക്കി പകുതി കടല ഞാൻ എടുത്ത് ഇതുപോലെ തൊണ്ട് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കയ്യിലെടുത്ത് ഒന്നിങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊണ്ട് മാറിക്കിട്ടും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കടലപ്പരിപ്പും തൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി ഒരു അരിപ്പയിലോട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വെക്കുമ്പോൾ ഇതിൽ വെള്ളം മൊത്തം വാർന്ന് കിട്ടും നമുക്ക്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മളിപ്പോൾ തൊണ്ട് കളഞ്ഞെടുത്ത ഈ കടലപ്പരിപ്പ് ഇതിൽ കുറച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ബൗളിൽ ഇട്ടേക്കണതിന് മാത്രം കുറച്ച് ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കി എടുക്കണ പോലെ, അവിയലിന് നമ്മൾ തേങ്ങ ഒതുക്കി എടുക്കണ പോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കണ്ടോ, ഈ അരയാത്ത കടലപ്പരിപ്പും ഇതിനകത്ത് കിടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ കടലപ്പരിപ്പ് 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ ബൗളിലിട്ട് അരച്ചെടുത്തത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ അതിനുള്ള ഉപ്പും കൂടി ഇട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതേ ഞാനിവിടെ എല്ലാം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ ഉണക്കമുളക് പൊടിച്ചത്, പെരിഞ്ജീരകം, ഉള്ളി, വേപ്പില, പച്ചമുളക്, പച്ചമല്ലി, ഇഞ്ചിയും കൂടിയും എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ കടലപ്പരിപ്പിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പെരിഞ്ജീരകം നിങ്ങൾ ഇടുന്ന സമയത്ത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെയ്തിട്ട് വേണം കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് പോരാന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാനിതിങ്ങനെ ഒന്ന് ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ഓയിൽ. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പിൻ്റെ കൂട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. കയ്യിലിങ്ങനെ പിടിച്ച് ഉരുട്ടണ സമയത്ത് കുറച്ച് ഓയിൽ കയ്യിലും കൂടിയും തടവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നമ്മളിപ്പോൾ അരച്ച് വെച്ചേക്കണ കടലപ്പരിപ്പ് എല്ലാം നമുക്ക് ഒരേ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരേ വലിപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഈ പാത്രത്തിൽ ഓയിൽ തേച്ചത് നമ്മളിത് ഉരുട്ടി ഇതിനകത്ത് വെക്കുമ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് നമ്മളിതിൽ ചെറുതായിട്ട് ഓയിൽ തേച്ച് കൊടുത്തത്. ഇപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഓരോ ഉണ്ടയും കയ്യിലെടുത്ത് ഇത് കണ്ടോ ഈ പരിപ്പുവടയുടെ ഷേപ്പിൽ നമ്മുടെ കയ്യിൽ വെച്ചത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ഓയിലിടുന്ന സമയത്ത് ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അടപ്പ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നിങ്ങൾ തീ സിമ്മിലിടണം കേട്ടോ, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിലും വെക്കണം. നമ്മുടെ ഈ പരിപ്പുവട ഇതിനകത്തേക്ക് ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ കുറച്ച് വെച്ചില്ലെങ്കിൽ നമ്മുടെ പരിപ്പുവട കരിഞ്ഞു പോകും. പുറമേ കരിയും, അകത്ത് വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഒരു 3-4 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയമെല്ലാം തീ കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അകം നന്നായി വെന്ത് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ സിമ്മിലിട്ട് സാവധാനം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനം എണ്ണയിൽ പൊരിച്ച് എടുക്കുമ്പോഴും പാത്രത്തിനകത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വേണം അത് പാത്രത്തിലേക്ക് വെക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ പരിപ്പുവടയുടെ ഷേപ്പിൽ കയ്യിൽ വെച്ച് അമർത്തി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഓയിലിലേക്ക് ഇടുമ്പോൾ നിങ്ങളിങ്ങനെ ഈ നമ്മുടെ ചട്ടിയുടെ അരിക് ചേർത്ത് ഓയിലിലേക്ക് ഇടാൻ ശ്രമിക്കണം. സെൻറ്ററിൽ കൊണ്ടുപോയി ഇടരുത് കേട്ടോ. സെൻറ്ററിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ നമ്മുടെ കയ്യിലേക്കും നമ്മുടെ മേത്തേക്കും ഒക്കെ തെറിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചട്ടിയുടെ അരിക് ചേർത്ത് എണ്ണയിലേക്ക് ഇടാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ പരിപ്പുവട കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അധികം വണ്ണത്തിൽ ചെയ്യരുത് കേട്ടോ. കുറച്ച് പരത്തി ചെയ്യണതായിരിക്കും നല്ലതെങ്കിലാണ് പെട്ടെന്ന് തന്നെ അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. കൂടുതൽ വണ്ണത്തിൽ ചെയ്താൽ അത് അകമെല്ലാം വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ എപ്പോഴും തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് എണ്ണയിലേക്ക് ഇടുക. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് സാവധാനം ഇത് ഫ്രൈ ആയിട്ട് വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റിൽ തന്നെ അങ്ങനെ അല്ല, നമ്മളുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരുടെ ഒരു ടേസ്റ്റിനല്ലേ അവരുണ്ടാക്കുകയുള്ളൂ. ഇതാവുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഫ്ലേവറിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കണതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് കടലപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഈ കടല പൊളിക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാം കേട്ടോ.
അപ്പോൾ എല്ലാ ഉരുളകളും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.